ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇത് നമ്മൾ 2018 പുറത്തിറങ്ങിയ റാംപെന്റ് എന്നൊരു സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം സമയം കളയാതെ സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരാളെ കാണിക്കുന്നു. അവനെ കാണുമ്പോൾ എന്തോ ഇൻഫെക്റ്റ് അവനെ പോലെ ഉണ്ട്. എവിടെയോ പോയിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് അവൻ തൻ്റെ ഗ്രാമത്തിലേക്ക് വരുന്നത്. അവൻ്റെ കണ്ണുകളിൽ എല്ലാം മങ്ങിയാണ് കാണുന്നത്. നടക്കാൻ വയ്യാതെ നടന്ന് അവൻ നേരെ തൻ്റെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ അവൻ്റെ ഭാര്യ അവനെ കണ്ടതും അവന് ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം കണ്ടതും അവൻ വെറി കൊണ്ട് അത് കഴിക്കാൻ തുടങ്ങുകയാണ്. ആ ഭാര്യയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണത് ഇങ്ങനെ കഴിക്കുന്നത്? ഇത്ര നാൾ എവിടെ പോയിരുന്നു? ഭക്ഷണം കാണാത്തവരെ പോലെയാണല്ലോ കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൻ തൻ്റെ ഭാര്യയുടെ കഴുത്തിലേക്ക് കൂർത്തു നോക്കുകയാണ്. ആ കഴുത്തിൽ കടിച്ചു പറിച്ചെടുക്കാൻ അവൻ്റെ മനസ്സ് പറയുന്നു. എന്നാലും അവൻ പൂർണ്ണമായും ഇൻഫെക്റ്റ് ആവാത്തതുകൊണ്ട് മിണ്ടാതെ തന്ന ഭക്ഷണം മാത്രം വെറിയോടെ കഴിക്കുകയാണ്. അതിനുശേഷം രാത്രിയാവാണ്. അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. അതായത് അവൻ്റെ ശരീരത്തിനുള്ളിൽ സോംബി വൈറസ് ആയിരുന്നു. ആ വൈറസ് ഇപ്പോൾ ശരീരം മുഴുവൻ പടർന്ന് അവനൊരു കൊടും സോംബിയായി മാറുന്നു. ഇതറിയാതെ അവൻ്റെ ചെറിയ കുട്ടി അവൻ്റെ അടുത്തേക്ക് പോവാണ്. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറച്ച് കഴിഞ്ഞ് അവൻ്റെ ഭാര്യ റൂമിലേക്ക് വരുമ്പോൾ ഭർത്താവ് എന്തോ ഒന്ന് കടിച്ചു തിന്നുന്നത് പോലെ കാണുന്നു. അവളും എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നത് കണ്ടോ. അതായത് പൂർണ്ണമായും സോംബിയായി മാറി അവൻ എഴുന്നേറ്റ് തൻ്റെ ഭാര്യയെ ക്രൂരമായി നോക്കുന്നു. പിന്നെ വേഗത്തിൽ ഭാര്യയും കടിക്കാൻ വരുന്നു. അവൾ അലറിക്കരയാണ്. എന്നിരുന്നാലും ഭാര്യയും കടിച്ച ശേഷം അവൻ ആ ഗ്രാമം വിട്ട് പുറത്തേക്ക് വരുന്നു. പുറത്തു വന്ന് അവിടെ കാണുന്ന എല്ലാവരെയും കടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ വൈറസ് എങ്ങനെ പടർന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ കൊറിയയിലുള്ള കുറച്ചു പേർ കടലിലൂടെ പോവുകയായിരുന്ന ഒരു കച്ചവട കപ്പലിനെ ആക്രമിച്ചിരുന്നു. കാരണം ആ കപ്പലിനുള്ളിൽ നിറയെ തോക്കുകളും വെടിമരുന്നുകളും ഉണ്ടായിരുന്നു. അതെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊറിയൻ രാജ്യത്തെ ഒരു വിപ്ലവ സംഘം ആ കപ്പലിനെ ആക്രമിക്കുന്നത്. ആക്രമിച്ച അവിടുത്തെ തോക്കുകളെല്ലാം ഇവരെടുക്കുകയാണ്. അങ്ങനെ ഒരാൾ ഒരു തോക്കിന്റെ പെട്ടിയും എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് എത്തി നോക്കുമ്പോൾ ആ സ്ഥലത്തൊരു സോംബി ഉണ്ടായിരുന്നു. ആ സോംബിയാണ് ഇവനെ കടിച്ചതും മറ്റുള്ളവരെല്ലാവരും അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് അവർ ആ കപ്പലിൽ നിന്ന് പോകുമ്പോഴാണ് ഇവനെ കുറച്ചായി ആ സോംബി വൈറസ് വേഗത്തിൽ പടരാൻ തുടങ്ങിയത്. ഇവനെയാണ് നമ്മൾ തുടക്കത്തിലെ സീനിൽ കണ്ടിരുന്നത്. സത്യത്തിൽ ആ കച്ചവട കപ്പലിൽ അവർ ഈ സോംബിയെ അടച്ചുപൂട്ടി കൊണ്ടുവരികയായിരുന്നു. എന്നാലും ഇവർ വന്ന് ആക്രമിച്ചുകൊണ്ട് സോംബിയും രക്ഷപ്പെട്ടു. ആ വൈറസ് ഇവർക്ക് പടർത്തുകയും ചെയ്തു. സത്യത്തിൽ ഇവരെല്ലാവരും വിപ്ലവകാരികളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് ഈ കൊറിയൻ രാജ്യത്തിന്റെ ഒരു ഭാഗത്തെ രാജാവ് തന്റെ സേനാധിപതിയുടെ വാക്ക് മാത്രം കേട്ട് ജനങ്ങൾക്ക് ഒരു നല്ല കാര്യം ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എതിർത്ത് പോരാടാൻ വേണ്ടിയാണ് ഈ വിപ്ലവ സംഘം തോക്കുകൾ ഇങ്ങനെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ആക്രമിച്ച് എടുത്തിരുന്നത്. ഇവർ തോക്കുകൾ എടുത്തത് ആ സേനാധിപതി അറിഞ്ഞിരുന്നു. ആ സേനാധിപതി ആ തോക്കുകളെല്ലാം പിടിച്ചെടുക്കുകയും അവൻ പിടിച്ചു വെച്ചിരുന്ന വിപ്ലവകാരികളെ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. ഇതാണ് ആ സേനാധിപതി. അതായത് ഇയാളുടെ വാക്ക് കേട്ടാണ് ഈ രാജ്യത്തെ രാജാവ് എല്ലാ തെറ്റായ തീരുമാനങ്ങളും എടുക്കുന്നത്. ആ രാജ്യത്തെ രാജാവും ഈ തോക്കുകൾ കണ്ടിട്ട്, ഓ, ഇതൊക്കെ എന്നെ ആക്രമിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ മോഷ്ടിച്ചത്? എത്ര ധൈര്യമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ? നിങ്ങളുടെ തലവൻ ആരാണ്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി അവരെ വല്ലാതെ ദ്രോഹിച്ചും പീഡിപ്പിച്ചും ചോദിക്കുകയാണ്. എന്നാൽ പിടിക്കപ്പെട്ട വിപ്ലവകാരികൾ മരിച്ചാലും സാരമില്ല, തങ്ങളുടെ തലവനെ മാത്രം ഒറ്റിക്കൊടുക്കില്ല എന്ന വാശിയിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കെ ഈ രാജ്യത്തെ രാജാവിന്റെ മകനെ കാണിക്കുകയാണ്. സത്യത്തിൽ ആ വിപ്ലവകാരിയുടെ തലവൻ ഇയാൾ തന്നെയായിരുന്നു. ഇയാൾക്കും സ്വന്തം അച്ഛനായ രാജാവ് ആ മന്ത്രിയുടെ വാക്ക് കേട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള തോക്കുകൾ വാങ്ങി ദ്രോഹികളെല്ലാം വെടിവെച്ച് തള്ളാമെന്ന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇയാളുടെ ആളുകളെല്ലാം പിടിക്കപ്പെട്ടില്ലേ. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൻ്റെ അനിയന് ഒരു കത്തെഴുതാണ്. എൻ്റെ ഭാര്യ ഇനി ഈ രാജ്യത്തുണ്ടാവാൻ പാടില്ല, നീ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പൊക്കോളൂ, അവിടെയായിരിക്കും അവൾക്ക് സുരക്ഷിതമായിരിക്കാൻ കഴിയുക എന്നൊരു കത്ത് എഴുതി അത് തന്റെ വിശ്വസ്തനായ ഒരു ഭൃത്യന്റെ കയ്യിൽ കൊടുത്ത് ഇത് എൻ്റെ അനിയന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ഇയാൾ നേരെ രാജസദസ്സിലേക്ക് വരുന്നു. അവിടെ വന്നപ്പോൾ ഇയാളുടെ ആളുകളെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ആ രാജാവിനോട് ഇയാൾ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം ഞാനാണ് ഇവരുടെ തലവൻ. ഇത് കേട്ടതും രാജാവ് ഞെട്ടിപ്പോവാണ്. എടാ, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? നിനക്ക് ഞാൻ എന്ത് കുറവാണ് വരുത്തിയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ തോക്കുകൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയല്ല, ഈ രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്നവരെ ആക്രമിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. എന്നാൽ രാജാവ് അത് വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം സേനാധിപതിയുടെ വാക്ക് കേൾക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് ഈ ഇളയ രാജകുമാരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതിനെല്ലാം കാരണം ഞാൻ തന്നെയല്ലേ, എൻ്റെ ആളുകളെ വിട്ടേക്ക്, അതിനു പകരമായി ഞാൻ തന്നെ എൻ്റെ ശിക്ഷ തിരഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞ് ഒരു വാളെടുത്ത് വേഗത്തിൽ നെഞ്ചിൽ കുത്തി ആ സ്ഥലത്ത് തന്നെ മരിച്ചു വീഴുന്നു. ഇത് കണ്ടതും രാജാവ് അലറിക്കരയാണ്. എന്നിരുന്നാലും ഇളയ രാജകുമാരൻ തന്റെ ആളുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വെടിയുന്നു. അതുമാത്രമല്ല, സ്വന്തം മകൻ തനിക്കെതിരെ ദ്രോഹം ചിന്തിച്ചല്ലോ എന്നോർത്ത് രാജാവ് സങ്കടപ്പെടുമ്പോൾ രാജാവിന്റെ ഒരു വെപ്പാട്ടി പറയുന്നുണ്ട്, നിങ്ങളുടെ മകന്റെ ഭാര്യയും ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടാവും, അതുകൊണ്ട് അവളെ ഒരു മുറിയിൽ അടച്ചിടാം എന്നൊരു പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ രാജാവും ആ വെപ്പാട്ടിയുടെ വാക്ക് കേട്ട് അവന്റെ ഭാര്യയെ മുറിയിൽ കൊണ്ടുപോയി അടയ്ക്കുകയാണ്. ആ സമയത്ത് അവന്റെ ഭാര്യ ഗർഭിണിയുമായിരുന്നു. ഈ സീൻ അവിടെ കട്ട് ചെയ്താൽ അടുത്തത് നമ്മുടെ ഹീറോയുടെ എൻട്രിയാണ്. നമ്മുടെ ഹീറോയാണ് ആ ഇളയ രാജകുമാരന്റെ അനിയൻ. അതായത് ഈ രാജാവിന്റെ മറ്റൊരു മകനാണ് ഈ പടത്തിലെ ഹീറോ. അതുമാത്രമല്ല ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഈ നാട് ഇഷ്ടപ്പെടാതെ അടുത്ത നാട്ടിലേക്ക് പോയതാണ്.
ഇപ്പോഴാണ് തൻ്റെ ചേട്ടൻ്റെ കത്ത് കിട്ടി ചേട്ടത്തിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ സുഹൃത്തിനൊപ്പം ഈ ബോട്ടിൽ വന്നിറങ്ങുമ്പോൾ ഇവിടെ അവനെ സ്വാഗതം ചെയ്യാൻ ആരും വന്നിട്ടില്ല. എന്താണിത്, ഞാനൊരു രാജകുമാരനല്ലേ, എന്നെ കൊണ്ടുപോകാൻ കൊട്ടാരത്തിൽ നിന്ന് ആരും വന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ശരി നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞ് നടന്നു പോകാൻ തുടങ്ങാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു ഗ്രാമത്തിനടുത്ത് എത്തുന്നത്. ഈ ഗ്രാമമാണ് തുടക്കത്തിൽ ആ സോംബി ആക്രമിച്ച ഗ്രാമം. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആരും ഉള്ളതായി കാണുന്നില്ല. ഇത് കണ്ട് നമ്മുടെ ഹീറോയും എന്താണിത്, ഇവിടുത്തെ ജനങ്ങളൊക്കെ എവിടെ പോയി, നാട് മുഴുവൻ വിജനമായി, ഏതൊരു വലിയ രാക്ഷസം വന്ന് ആക്രമിച്ചതുപോലെ ഉണ്ടല്ലോ, ഒരാളെയും കാണാനില്ലല്ലോ എന്ന് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ സൈഡിൽ എന്തോ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. എന്താണിത്, ആരും അവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് വന്ന് നോക്കുമ്പോൾ അവിടെ മനുഷ്യരുടെ ശരീരമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ സോംബികൾ ആക്രമിച്ചില്ലേ, അവരുടെ ശവശരീരങ്ങളാണ് കത്തുന്നത്. ഏതൊരു വലിയ പ്രശ്നം ഈ ഗ്രാമത്തിൽ നടന്നിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലാവുന്നു. അപ്പോഴേക്കും രാത്രിയാവുന്നുണ്ട്. ശരി, ഇന്ന് ഇവിടെ തങ്ങാം, ഈ നാട്ടിൽ എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് സുഹൃത്തിനെ അയക്കുന്നു. അവനാണെങ്കിൽ എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്ന് നോക്കി ഈ ഗ്രാമത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചുകൊണ്ട് ഒരു വീടിനുള്ളിൽ വന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് ആഹാരം ഇരിക്കുന്നുണ്ട്. ശരി, ആഹാരം കിട്ടി, ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അത് എടുക്കാൻ പോകുമ്പോൾ കട്ടിലിനടിയിൽ നിന്ന് ഒരു സോംബിയുടെ കൈ ഇവന്റെ കാലിൽ പിടിക്കുകയാണ്. അത്രമാത്രം അവൻ പേടിച്ച് വിറച്ച് പോവുകയാണ്. ഇപ്പോൾ പുറത്തിരിക്കുന്ന നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോയെ കാണാൻ വേണ്ടി കുതിരപ്പുറത്ത് കുറേ പേര് വന്നിട്ടുണ്ട്. അതായത് ഇവർ ആരുടെ ആളുകളാണെന്ന് വെച്ചാൽ ആ സേനാപതിയില്ലേ അയാളുടെ ആളുകളാണ്. അവനും ആ അനിയൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവനെ കൊന്നു കളയാൻ വേണ്ടി അയച്ചതാണ്. ഇങ്ങനെ വന്നവർ നമ്മുടെ ഹീറോയെ കണ്ട് ഞങ്ങളാണ് നിങ്ങളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നത് എന്ന് പറയുന്നു. അപ്പോഴാണ് ആ സുഹൃത്തും പേടിച്ച് ആ സ്ഥലത്തേക്ക് വന്ന് എടാ ഈ നാട്ടിലുള്ളിൽ പ്രേതങ്ങളുണ്ട്, എന്നെ ആക്രമിക്കാൻ വന്നു എന്ന് പറയുന്നത്. നമ്മുടെ ഹീറോ എടാ ചുമ്മാ തമാശ പറയാതെ എന്ന് പറഞ്ഞിട്ട് അവരെ നോക്കി എനിക്ക് നിങ്ങളെ കണ്ടിട്ട് സംശയമുണ്ട്, കാരണം നിങ്ങളെ കണ്ടാൽ തന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നവരെ പോലെ തോന്നുന്നില്ല. നിങ്ങളുടെ കയ്യിൽ അധികമായ കുതിരയുമില്ല, പോരാത്തതിന് നിങ്ങളുടെ മുഖഭാവവും ശരിയല്ല. ആരാ നിങ്ങൾ എന്ന് ചോദിച്ച് നമ്മുടെ ഹീറോ വാളെടുക്കാണ്. കൃത്യമായി കണ്ടുപിടിച്ചു, നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി നേരെ ആക്രമിക്കുകയേ വഴിയുള്ളൂ എന്ന് കരുതി അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ ആക്രമിക്കാൻ വരികയാണ്. എന്നാൽ നമ്മുടെ ഹീറോ അവിടെയുള്ള എല്ലാവരെയും ഭ്രാന്തമായി അടിക്കുകയാണ്. അവൻ നന്നായി വാൾപ്പയറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്താണ് ഒന്ന് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഗ്രാമത്തിൽ ഒളിച്ചിരുന്ന സോംബികളെല്ലാം വന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ആദ്യം നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല, എന്താണിത് മനുഷ്യർ ഇങ്ങനെ വന്ന് ആക്രമിക്കുന്നത് എന്ന് മനസ്സിലാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ലേഡി സോംബി വന്ന് ഇവനെയും കടിക്കാൻ വരുന്നു. ഉടനെ അവൻ വാളുകൊണ്ട് അവളെ തള്ളി മാറ്റാണ്. എന്നാൽ ഒരുപാട് സോംബികൾ മേൽക്കൂര കടന്ന് ഇവരെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവൻ പേടിച്ച് നിൽക്കുമ്പോൾ അവിടെ ഓൾറെഡി വഴക്കിട്ടുകൊണ്ടിരുന്നവരില്ലേ, അവരെയും ആ സോംബി ആക്രമിക്കുകയാണ്. എന്നാലും അവരും അതിനെ എതിർത്ത് പോരാടാണ്. ഈ സുഹൃത്ത് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങാണ്. അതിനിടയിൽ ഹീറോയെ ഒരു ലേഡി സോംബി ആക്രമിച്ചില്ലേ, അത് വീണ്ടും എഴുന്നേറ്റ് അവനെ ആക്രമിക്കാൻ വരുന്നു. ഉടനെ അതിന്റെ വായിൽ തന്നെ വാൾ വെച്ച് ഒരു വലി വലിച്ചു. അത്രമാത്രം തല രണ്ടായി പോയി. ആ സോംബി ചത്തുപോവാണ്. അതുമാത്രമല്ല ഇനിയും ധാരാളം സോംബികൾ ഇവരെ ആക്രമിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ ഹീറോ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സോംബിയുടെ മുകളിൽ ഒരു അമ്പ് വന്ന് തറയ്ക്കുന്നു. എന്താണെന്ന് നോക്കിയാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ എൻട്രി. സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ ആരാണെന്ന് വെച്ചാൽ ആ വിപ്ലവ സംഘമില്ലേ, അതായത് ഈ നാട്ടിലെ മറ്റൊരു സേന, ആ സേനയിൽപ്പെട്ടവരാണ് ഹീറോയിൻ. അതുകൂടാതെ ആ സേനയിലെ ഒരുപാട് പേര് അവിടേക്ക് വരുന്നുണ്ട്. വന്നിട്ട് എല്ലാവരും ഈ സോംബികളെ എതിർത്ത് പോരാടാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വളരെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു അമ്പ് ചെയ്യുന്നുണ്ട്. ആ ശബ്ദം കേട്ട് സോംബികളെല്ലാം ആ ദിശയിലേക്ക് തിരിഞ്ഞു പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഈ വിപ്ലവ സേനയുടെ ഇപ്പോഴത്തെ തലവനെ കാണുന്നത്. ആരാണ് നിങ്ങൾ? നിങ്ങളും കൃത്യമായി ഈ സ്ഥലത്ത് എങ്ങനെ വന്നു? നിങ്ങളും എന്നെ കൊല്ലാൻ വന്നതാണോ എന്ന് വാളെടുത്ത് അവരുടെ കഴുത്തിൽ വെക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, രാജകുമാര, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ ചേട്ടന്റെ ടീമിൽപ്പെട്ടവനാണ് ഞാൻ, നിങ്ങൾക്ക് കത്ത് തന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുന്നത്. ഉടനെ ഹീറോയും ഇവരാരാണ്, എന്തിനാണ് ഇങ്ങനെ മാറിയതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വാ, അവിടെ വെച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും സുഹൃത്തിനെയും അവരുടെ രഹസ്യ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു. പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇവരെല്ലാവരും സോംബികളാണ്, ഇവരുടെ ശരീരത്തിനുള്ളിൽ ഏതൊരു രോഗം പടർന്ന് അവരും അതുപോലെ മാറുകയാണ്. അവരുടെ തലയിലോ ഹൃദയത്തിലോ ആക്രമിച്ചാൽ മാത്രമേ അവർ മരിക്കുകയുള്ളൂ. അതുകൂടാതെ അവരുടെ ശരീരം തീയിലിട്ട് കത്തിക്കുകയും വേണം. ഇതുപോലെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും സോംബികളായി മാറിക്കഴിഞ്ഞു. അതുമാത്രമല്ല രാജാവിന് ഇതേപ്പറ്റി ഒന്നും അറിയില്ല, കാരണം അദ്ദേഹമല്ല ഈ നാട് ഭരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള സേനാപതിയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ നാട്ടിൽ നടക്കുന്ന ക്രൂരതകളെല്ലാം വിശദീകരിച്ച് അവരുടെ താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതായത് ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുറച്ചു പേർ ഈ സ്ഥലത്താണ് തങ്ങിയിരിക്കുന്നത്. അവരെല്ലാവരും നമ്മുടെ ഹീറോയെ കണ്ട് രാജകുമാരൻ വന്നോ, നിങ്ങൾ വേണം ഇവിടെ എല്ലാവരെയും രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് തലവനായി അംഗീകരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് അടുത്ത രാജാവാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതേസമയം ഈ വശത്ത് ആ സേനാധിപതിയെ കാണിക്കുന്നു. അവനൊരു വാടക കൊലയാളിയെ പോലെ ഹീറോയെ കൊല്ലാൻ അയച്ചിരുന്നില്ലേ, അവൻ അയാളുടെ അടുത്ത് വന്ന് ഞാൻ ഹീറോയെ കൊന്നു, അങ്ങനെ കൊല്ലുമ്പോൾ ഒരുപാട് പ്രേതങ്ങൾ വന്ന് ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി, എന്നാലും അവയുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. ഹീറോ മരിച്ചുപോയി, അവൻ മരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് നുണ പറഞ്ഞ് ഇയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാമെന്ന് നോക്കുന്നു. ഉടനെ അടുത്തുനിന്ന് ആള് ചോദിച്ചു, നിനക്ക് അവയുടെ കടി കിട്ടിയില്ലേ എന്ന്. ഉടനെ അവൻ കൈ മറിച്ചുകൊണ്ട് എനിക്ക് കടി കിട്ടിയിരുന്നു, എന്നാലും അവയെല്ലാം തല്ലിക്കൊന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവന് കടി കിട്ടി, ഇവനും സോംബിയായി മാറും എന്നുള്ളത് ഇവർക്കറിയാം.
കാരണം ഇവർക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം. പക്ഷെ രാജാവിന് ഇതിനെപ്പറ്റി അറിയാതെ ഈ സേനാധിപതി നോക്കുന്നുണ്ട്. അതിനുശേഷം ഈ കടിയേറ്റവനെ അവിടുത്തെ ഒരു രഹസ്യ ബേസ്മെന്റിന്റെ വാതിൽ തുറന്ന് ഇതിനകത്താണ് നിന്റെ പണമുള്ളത്, എത്തി നോക്ക് എന്ന് പറയുന്നു. അവരും അതുപോലെ എത്തി നോക്കാണ്. എത്തി നോക്കിയതും ഒരൊറ്റ തള്ള്, അത്രമാത്രം. അവൻ ഉള്ളിൽ പോയി വീഴാണ്. ഇവരെന്തോ വലിയ പ്ലാൻ ഇടുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ രാത്രി ആ സ്ഥലത്തേക്ക് ആ രാജാവിന്റെ വെപ്പാട്ടിയില്ലേ, അവൾ ഈ സേനാധിപതിയെ കാണാൻ വരുന്നു. സത്യത്തിൽ അവളും ഈ സേനാധിപതിയുടെ ആളാണ്. അവൾ സേനാധിപതിയെ കാണാൻ വരുന്നുണ്ട്. എന്നാൽ സേനാധിപതി അവിടെ ഉണ്ടായിരുന്നില്ല. പകരമായി ആ ബേസ്മെന്റിന്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു. അതിനർത്ഥം ഈ പെണ്ണിനെ സോംബി കടിക്കണമെന്ന് കരുതി സേനാധിപതി സെറ്റ് ചെയ്തതാണ്. അതുപോലെ ഈ പെണ്ണിനെ സോംബി കടിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആവുന്നു. ഈ രാജാവിനെ കാണിക്കുകയാണ്. രാജാവിന് ചുറ്റും ഒരുപാട് പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിലൊരു പെണ്ണ് കഴിഞ്ഞ രാത്രി കടിയേറ്റ പെണ്ണാണ്. അവളുടെ ശരീരം കുറച്ചു കുറച്ചായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സോംബിയെ പറ്റി അറിയാത്ത രാജാവ് നന്നായി മദ്യപിച്ചിരിക്കുമ്പോൾ ഈ പെണ്ണിന്റെ ശരീരം പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങുന്നു. അവൾ ചുമയ്ക്കാൻ തുടങ്ങുന്നു. അവളുടെ കണ്ണുകൾ ചുവക്കുന്നുണ്ട്. അവളുടെ ഞരമ്പുകൾ ഒരുമാതിരി തടിച്ചു വരുന്നു. അവസാനം അവൾ ഒരു കൊടും സോംബിയായി മാറുന്നു. അവൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ വെളുത്ത നിറമാവുന്നു. ഇത് കണ്ട രാജാവ് നിനക്ക് എന്തു പറ്റി എന്ന് ഞെട്ടലോടെ ചോദിക്കുമ്പോൾ വേഗത്തിൽ രാജാവിന്റെ മേലേക്ക് ചാടി അവൾ അദ്ദേഹത്തെയും കടിക്കുന്നു. രാജാവ് അവളെ തള്ളി മാറ്റിയിട്ട് ഇവളും ഒരു ദ്രോഹിയാണ്, എന്നെ നശിപ്പിക്കാൻ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്നു, എല്ലാവരെയും കൊല്ലുമെന്ന് ഉത്തരവിടുന്നു. അങ്ങനെ എല്ലാവരെയും വന്ന് ഈ പെണ്ണിനെ കൊല്ലുകയാണ്. എന്നാൽ ഇപ്പോഴും രാജാവിന് സോംബിയെ പറ്റി ഒന്നും അറിയില്ല. ഇങ്ങനെ ഇരിക്കെ ഈ വശത്ത് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അവൻ ആ വിപ്ലവകാരികളുടെ സ്ഥലത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്റെ അച്ഛനെ കാണാൻ വേണ്ടി തയ്യാറായി പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനും ആ സംഘത്തിന്റെ തലവനും പറയുന്നുണ്ട്, ഈ സ്ഥലം മുഴുവൻ സോംബികളാണെന്ന് നിങ്ങളുടെ അച്ഛൻ അറിയില്ല. അതുകൊണ്ട് ഈ സോംബികളെ എല്ലാം ആക്രമിക്കാൻ വേണ്ടി നിങ്ങളുടെ അച്ഛനോട് ചോദിച്ച് കുറച്ച് ആളുകളെ തയ്യാറാക്കി കൊണ്ടുപോവാ. കാരണം നിങ്ങളുടെ അച്ഛൻ ആ സേനാധിപതിയുടെ വാക്ക് മാത്രമാണ് കേൾക്കുന്നത് എന്ന് പറയുന്നു. അതിന് നമ്മുടെ ഹീറോ സമ്മതിച്ച് ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് സപ്പോർട്ടിനായി കുറച്ച് പടയാളികളെയും അയക്കുന്നുണ്ട്. ശരി, പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ കൂടെ അയക്കുന്നു എന്ന് കരുതി നമ്മുടെ ഹീറോയും അവരെ കൂട്ടി ആ സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് ഗ്രാമങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ആ സ്ഥലങ്ങളെല്ലാം സോംബി വൈറസ് പടർന്നില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്. ആരും ഉള്ളിലേക്ക് പോകാൻ അനുവാദമില്ല. എന്നാലും നമ്മുടെ ഹീറോ രാജാവിന്റെ മകനല്ലേ, അതുകൊണ്ട് അവനെ മാത്രം ഉള്ളിലേക്ക് പോകാനും കൊട്ടാരത്തിൽ അച്ഛനെ കാണാനും അനുവദിക്കുന്നു. നമ്മുടെ ഹീറോയും രാജസദസ്സിൽ പോയി തന്റെ അച്ഛനെ കാണുന്നുണ്ട്. അവന്റെ അച്ഛന് ഓൾറെഡി സോംബിയുടെ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും കുറച്ചു കുറച്ചായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കെ നമ്മുടെ ഹീറോയെ കണ്ടതും അദ്ദേഹം സന്തോഷിക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ സന്തോഷമൊന്നും കാണിച്ചില്ല. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നത്. കാരണം വളരെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഹീറോ ഇദ്ദേഹത്തെ വിട്ട് അടുത്ത നാട്ടിലേക്ക് പോയതല്ലേ, അതുകൊണ്ടാണിത്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, ഈ സ്ഥലം മുഴുവൻ സോംബികളാണ്, അവയെല്ലാം നശിപ്പിക്കണം, അല്ലെങ്കിൽ അവർ പടരും എന്ന് പറയുമ്പോൾ അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സൈഡിലുള്ള മന്ത്രിമാരെല്ലാവരും ഇവരെന്തോ കണ്ട് പേടിച്ചു വന്ന് പറയുന്നതാണ് എന്ന രീതിയിൽ ഏഷ്യനെ പറയാൻ തുടങ്ങുകയാണ്. കാരണം ഇവരെല്ലാവരും ആ സേനാധിപതിയുടെ നിയന്ത്രണത്തിലാണ്. രാജാവ് സോംബിയെ പറ്റി അറിയരുതെന്ന് അവർ നോക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 2 കണ്ണുകൾ കണ്ടതാണ്. ഇവിടെ എന്തോ ഒരു വൈറസ് പടരുന്നുണ്ട്, അതിനെ ഞാൻ നശിപ്പിക്കാം, അതിന് എൻ്റെ കൂടെ കുറച്ച് സൈന്യത്തെ അയക്ക് എന്ന് പറഞ്ഞതും ശരി നീ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ രാജാവ് സമ്മതിക്കുന്നു. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് നന്നായി അറിയാം ഈ സേനാധിപതിയാണ് രാജാവിനെ ഒരു പാവയെ പോലെ ഉപയോഗിക്കുന്നതെന്ന്. ഇങ്ങനെ ഇരിക്കെ അടുത്തതായി അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവന്റെ ചേട്ടന്റെ ഭാര്യയെ അടച്ചു വെച്ചിരിക്കുകയല്ലേ, അവരെ മോചിപ്പിച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ചേട്ടന്റെ ഭാര്യ അത് വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് ചേട്ടൻ എഴുതിയ കത്തെടുത്ത് കാണിക്കുന്നത്. അത് വായിച്ചു നോക്കി അവർ വളരെ ഇമോഷണൽ ആവുന്നു. അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നാൽ, നിനക്ക് ഈ നാട് സുരക്ഷിതമല്ല, നീ എൻ്റെ അനിയന്റെ കൂടെ വേറെ നാട്ടിലേക്ക് പൊക്കോളൂ, അവിടെ പോയി നീ സന്തോഷമായി ജീവിക്കണമെന്ന് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ഇമോഷണലായി ഇവിടെ നിന്ന് പോവാമെന്ന് കരുതാണ്. അതേസമയം നമ്മുടെ ഹീറോയും പോകാൻ തയ്യാറാവുമ്പോൾ ആ സ്ഥലത്തേക്ക് സേനാധിപതി വരുന്നു. സേനാധിപതി വന്ന് പറയുന്നുണ്ട്, നീ എന്തോ സോംബിയെ നശിപ്പിക്കാൻ വേണ്ടി അച്ഛനോട് സൈന്യത്തെ ചോദിച്ചല്ലോ, അദ്ദേഹം അത് തരാമെന്ന് സമ്മതിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തു. ഇവിടെ നിന്ന് നിനക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പതുക്കെ നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്ന് വില്ലത്തരത്തോടെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് നീ മാത്രം ഓടിപ്പോക്കോ, അല്ലെങ്കിൽ നിനക്ക് വലിയ പ്രശ്നമാവും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. നമ്മുടെ ഹീറോ ഇപ്പോൾ പൂർണ്ണമായും ഉറപ്പിച്ചു ആ സേനാധിപതിയാണ് നമ്മുടെ അച്ഛനെ ഉപയോഗിക്കുന്നതെന്ന്. ഉടനെ വാളെടുക്കാൻ പോവാണ്. എന്നാൽ നമ്മുടെ സുഹൃത്താണ് ഈ സ്ഥലത്ത് അത് വേണ്ടെന്ന് പറഞ്ഞ് തടയുന്നത്. ഇങ്ങനെ ഇരിക്കെ ആ സ്ഥലത്തേക്ക് ക്വിങ് രാജവംശത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വരികയാണ്. സത്യത്തിൽ ഇവിടുത്തുകാർ ക്വിങ് രാജവംശത്തിന്റെ കീഴിലാണ്. ആ വലിയ രാജവംശത്തിൽ നിന്നാണ് ഈ നാടിന്റെ കാര്യങ്ങൾ നോക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നത്. ഇതറിഞ്ഞതും രാജാവ് തന്നെ അദ്ദേഹത്തെ തലകുനിച്ച് വണങ്ങാണ്. അതുമാത്രമല്ല, ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്നിരിക്കുകയല്ലേ, അവർക്ക് വേണ്ടി പാർട്ടി വെക്കണമല്ലോ. അതുകൊണ്ട് രാത്രിയിൽ ഗംഭീരമായ ഒരു വലിയ പാർട്ടി ഒരുക്കുന്നു, അതും ആ ഉയർന്ന ഉദ്യോഗസ്ഥനെ രസിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെ ആ സ്ഥലത്ത് ഗംഭീരമായ പരിപാടികൾ നടക്കുമ്പോൾ ഇപ്പോൾ കൊട്ടാരത്തിന്റെ ഒരു വശത്ത് കാണിച്ചാൽ ആ സോംബി വൈറസ് വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതറിയാതെ ഉള്ളിലെ പാർട്ടിയിൽ എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സേനാപതി മാത്രം എല്ലാത്തിനും വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി രാജാവ് സോംബിയായി മാറും, അദ്ദേഹത്തെ കൊന്ന് നമുക്ക് ഈ രാജ്യം പിടിച്ചെടുക്കാം എന്ന പ്ലാനിൽ അവൻ അടച്ചു വച്ചിരുന്ന എല്ലാ സോംബികളെയും തുറന്നുവിടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാ സോംബികളും ഈ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് വരാൻ തുടങ്ങുന്നു. ഈ പാർട്ടിയിൽ ചെണ്ടയൊക്കെ കൊട്ടി സന്തോഷത്തോടെ ഇരിക്കുകയല്ലേ. ആ ശബ്ദം കേട്ട് എല്ലാ സോംബികളും ആ സ്ഥലത്തേക്ക് വരാൻ തുടങ്ങുന്നു. അത് മാത്രമല്ല, ഇവിടെ രാജാവില്ലേ, അതായത് ഹീറോയുടെ അച്ഛൻ, അദ്ദേഹവും കുറച്ചായി സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും സോംബിയായി എല്ലാവരുടെയും മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എല്ലാവരും എന്താണ് വിചാരിക്കുന്നതെന്നാൽ ശരി, ഇദ്ദേഹം ഡാൻസ് കളിക്കാൻ പോവുകയാണെന്ന് കരുതി സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ വെറി പിടിച്ച് കടിക്കാൻ തുടങ്ങാണ്. ഇതെല്ലാം കണ്ട സേനാധിപതി വളരെ സന്തോഷിക്കുന്നു. കാരണം ഇതിനു വേണ്ടിയാണല്ലോ അവൻ കാത്തിരുന്നത്. ആരും രാജാവിന്റെ അടുത്തേക്ക് പോകാൻ പോലും ഭയപ്പെടുന്നു. അപ്പോഴാണ് കൃത്യമായി നമ്മുടെ ഹീറോയുടെ എൻട്രി. ഇവിടെ വന്ന് അവൻ തന്റെ അച്ഛനെ നോക്കുകയാണ്. കണ്ടതും മനസ്സിലാവുന്നുണ്ട് അച്ഛനും സോംബി വൈറസ് ബാധിച്ചുവെന്ന്. അവൻ വളരെ സങ്കടപ്പെടുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ആരോ പിന്നിൽ വന്ന് കത്തികൊണ്ട് കൊത്തുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ അത് ഈ സേനാധിപതിയാണ്. അവന്റെ പ്ലാൻ അതായിരുന്നല്ലോ. ഇത് കണ്ട ഉയർന്ന ഉദ്യോഗസ്ഥൻ, നീ എന്താണ് ചെയ്തത് നിന്റെ രാജാവിനെ എന്ന് ചോദിച്ചപ്പോൾ, ഇതാ നോക്ക്, അദ്ദേഹം സോംബിയായി മാറി, അദ്ദേഹത്തെ കൊന്നാൽ മാത്രമേ എല്ലാവരും രക്ഷപ്പെടൂ. അത് മാത്രമല്ല, ഇനി ഞാനാണ് ഇവിടുത്തെ എല്ലാം, ഞാൻ പറയുന്നതാണ് നിങ്ങളും കേൾക്കേണ്ടത്. ഇനി ഞങ്ങൾ നിങ്ങളുടെ രാജവംശത്തിന് കീഴിലായിരിക്കില്ല എന്ന് ആ ഉയർന്ന ഉദ്യോഗസ്ഥനെ എതിർത്ത് സംസാരിക്കുന്നു. അദ്ദേഹവും ഞെട്ടിപ്പോവാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ഒരുപാട് സോംബികൾ വരാൻ തുടങ്ങുന്നു. അതും ഈ സേനാധിപതി അവനെ രക്ഷിക്കാൻ വേണ്ടി കുറച്ചുപേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരവനെ രക്ഷിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ മറ്റുള്ള എല്ലാവരെയും സോംബികൾ വെറി പിടിച്ച് കടിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് തന്റെ അച്ഛൻ മരിച്ചതിൽ സങ്കടമുണ്ട്. ഉടനെ അവൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ശരി നമുക്ക് ചേട്ടത്തിയെ രക്ഷിക്കണം എന്ന് കരുതി വേഗത്തിൽ ആ സോംബികളോട് പോരാടി ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഉള്ളിൽ അവന്റെ ചേട്ടത്തി എവിടെയാണെന്ന് വെച്ചാൽ ഒരു മേശയ്ക്കടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവരെയും രക്ഷിച്ച് പുറത്തേക്ക് പോകാമെന്ന് നോക്കുമ്പോൾ ഒരുപാട് സോംബികൾ ഇവരെയും കടിക്കാൻ വരുന്നു. ഇവൻ നന്നായി വാള് വീശുമല്ലോ, അത് വെച്ച് വീശി എല്ലാവരെയും ആക്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി നമ്മുടെ അസിസ്റ്റന്റ്, അതായത് ഹീറോയുടെ സുഹൃത്ത്, അവനൊരു കുതിരയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറി എങ്ങനെയോ രണ്ടുപേരും രക്ഷപ്പെട്ടു പോവാണ്. ഈ പടയാളികളിൽ ഒരാൾ ആ വിപ്ലവകാരികളുടെ തലവനില്ലേ, അവനെ പിടിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആളുകൾ എന്ത് പ്ലാനാണ് ഇട്ടത് എന്ന രീതിയിൽ. അപ്പോൾ ആ സ്ഥലത്തേക്ക് കൃത്യമായി നമ്മുടെ ഹീറോ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ്, ഇതാ നോക്ക്, ഈ നാട് മുഴുവൻ സോംബികൾ പടരുകയാണ്, ഇതിനെല്ലാം കാരണം ആ സേനാധിപതിയാണ്, ആ സോംബികളെ എതിർത്ത് പോരാടണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംഘത്തെ കൂട്ടി കൊട്ടാരത്തിലേക്ക് പോയി അവിടുത്തെ സോംബികളെ ആക്രമിച്ച് കഴിയുന്നത്ര ആളുകളെ രക്ഷിക്കണം. അത് മാത്രമല്ല, ഈ വിപ്ലവ തലവൻ ഒട്ടും മോശപ്പെട്ടവനല്ല, ഇയാളെയും ഇയാളുടെ സംഘത്തെയും ഞങ്ങൾ ഇവിടെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. ഉടനെ ആ പടത്തലവനും ഹീറോയുടെ ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഇവിടെയും ഒരുപാട് സോംബികൾ വരുന്നുണ്ട്. അവയെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ ഈ വിപ്ലവ സംഘത്തെ ജയിലിൽ ഇട്ടിരിക്കുകയല്ലേ, അവരെല്ലാവരെയും നമ്മുടെ തലവനാണ് മോചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഈ വശത്ത് ഈ പടയാളികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൊട്ടാരത്തിലേക്ക് വന്ന് അവിടുത്തെ സോംബികളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അവ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1000 സോംബികൾക്ക് മുകളിൽ വരുന്നുണ്ട്. അവയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവരെ ഡിഫൻസ് മെത്തഡ് ഉപയോഗിച്ച് മതിയാവും. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ വെച്ച് അടച്ച് ഡിഫൻസ് പോലെ ഉപയോഗിക്കുന്നു. എന്നാലും അതെല്ലാം തള്ളി മാറ്റി ഒരുപാട് സോംബികൾ ഇവരെ ആക്രമിക്കാൻ വരുന്നു. ഇപ്പോൾ ഈ വശത്ത് ജയിലിനുള്ളിൽ കാണിച്ചാൽ ജയിലിനുള്ളിലും സോംബികൾ വരാൻ തുടങ്ങാണ്. അതുമാത്രമല്ല, ആ ജയിലിൽ അടച്ചിരുന്ന കുറച്ച് പേർ സോംബികളായി മാറിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇവരെ കടിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ ഹീറോയും ആ തലവനും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരുന്ന സോംബികളെ എല്ലാം ഒരു ഗേറ്റ് വെച്ച് തടയുന്നു. മറ്റുള്ളവരെല്ലാം ഒരു ചെറിയ ജനൽ വഴി സുരക്ഷിതമായി പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഇരിക്കെ നേരം വെളുക്കാണ്. രാവിലെ വരെ ഈ പടയാളികൾ സോംബികളെ എതിർത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെയായി, സൂര്യൻ വരുമല്ലോ. അങ്ങനെ സൂര്യൻ വന്നതും എല്ലാ സോംബികളും നിഴലുള്ള സ്ഥലത്തേക്ക് ഓടി മറയാൻ തുടങ്ങാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സോംബികളെല്ലാം സൂര്യപ്രകാശത്തിൽ നിൽക്കില്ലെന്ന്. നിഴലുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പോയി ഒളിക്കുകയാണ്. വെയിലത്ത് പെട്ടുപോയ സോംബികളെല്ലാം കരിഞ്ഞ് ആ സ്ഥലത്ത് തന്നെ ചത്തുപോവാണ്. ഇങ്ങനെ വെളിച്ചം വന്നതറിഞ്ഞതും ആ കൊട്ടാരത്തിനുള്ളിലുള്ള സേനാധിപതി എന്ത് പ്ലാൻ ചെയ്തു എന്ന് വെച്ചാൽ, ഇതാ നോക്ക്, ഇതാണ് നമ്മുടെ അവസരം, ഈ സമയത്താണ് നമ്മൾ സോംബികളെ ആക്രമിച്ച് ഈ രാജ്യം മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലാക്കേണ്ടത് എന്ന് പറഞ്ഞതും അവിടുത്തെ മന്ത്രിയും ഇയാളുടെ കീഴിലല്ലേ. അതുകൊണ്ട് അവരെല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സോംബി വന്ന് ഇയാളെ കടിക്കാൻ വരുന്നു. എന്നാൽ ഇയാൾ സേനാധിപതിയല്ലേ, ആ സോംബിയെ എളുപ്പത്തിൽ അടിച്ച് താഴെയിടുന്നു. അടിച്ച് താഴെ ഇട്ടിട്ട് വേറെ ആരെങ്കിലും സോംബികളുണ്ടോ, എത്ര ധൈര്യമുണ്ട് ഞാനിരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മന്ത്രിമാർ, തലവ നിങ്ങളുടെ കൈ നോക്ക് എന്ന് പറയുന്നുണ്ട്. നോക്കിയപ്പോൾ ഇയാളെ ആ സോംബി കടിച്ചിരിക്കുന്നു. അയാൾ ഞെട്ടിപ്പോവാണ്. ഇത്രയും നേരം ഈ മന്ത്രിമാർ സേനാധിപതിയുടെ കീഴിലായിരുന്നല്ലോ. ഇപ്പോൾ സേനാധിപതിയെ സോംബി ആക്രമിച്ചതും ഇവനും ഇപ്പോൾ സോംബിയായി മാറും, ഇവനെ കൊന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ എന്ന് വാളെടുത്ത് ഇയാളുടെ മുന്നിൽ നിൽക്കാണ്. ദേഷ്യം വന്ന് ഇയാൾ അവിടെയുള്ള എല്ലാവരെയും കൊല്ലാൻ തുടങ്ങുന്നു. കാരണം ഇയാൾ ഒരുപാട് യുദ്ധം ചെയ്ത സേനാധിപതിയല്ലേ. അതുകൊണ്ട് ഇയാളെ എതിർത്ത് വന്ന എല്ലാവരെയും കൊന്നൊടുക്കുന്നു. കൊന്നിട്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ്. കാരണം ഇയാളുടെ പ്ലാനുകളെല്ലാം നശിച്ചുപോയി. എങ്ങനെയെങ്കിലും ഈ നാട് ഭരിക്കാമെന്ന് കരുതിയപ്പോൾ ഇയാളുടെ കഥ കഴിക്കാൻ പോവല്ലേ. അതുകൊണ്ട് തന്റെ കയ്യിലൊന്ന് നോക്കുന്നുണ്ട്. വൈറസ് പടരുന്നത് കണ്ട് വാളെടുത്ത് ഒരൊറ്റ വെട്ട്.
കൈ രണ്ടാക്കി മുറിച്ചു. അതിനുശേഷം ഡ്രഗ്സ് ഒരുപാട് കഴിക്കുന്നുണ്ട്. അത് കാരണം ഇയാൾ പൂർണ്ണമായും സോംബി ആയില്ല, പകരം പകുതി മനുഷ്യനും പകുതി സോംബിയുമായി മാറുന്നു. അതേസമയം ഈ വശത്ത് നമ്മുടെ ഹീറോ കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ പടയാളികൾ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയല്ലേ. അവരെല്ലാവരും നമ്മുടെ ഹീറോയെ തലവനായി അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, രാത്രിയായാൽ വീണ്ടും സോംബികൾ വരും, അത് തടയണം. അതിന് നിങ്ങൾ എല്ലാവരും അതിർത്തിയിൽ പോയി കാവൽ നിൽക്കണം. ഞങ്ങൾ അവിടെ തന്നെ സോംബികളെ നശിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ അയച്ചിട്ട് ഇപ്പോൾ ഇയാൾ മാപ്പ് എടുത്ത് എന്ത് പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ, കൊട്ടാരത്തിനുള്ളിൽ നമ്മളൊരിടം തിരഞ്ഞെടുത്ത് ആ സ്ഥലത്തേക്ക് എല്ലാ സോംബികളെയും വരുത്തി കത്തിച്ചു കൊല്ലാം എന്ന് പ്ലാൻ ചെയ്യുന്നു. കാരണം കത്തിക്കുന്നതിലൂടെ മാത്രമാണ് എല്ലാ സോംബികളെയും വേഗം കൊല്ലാൻ കഴിയും. അതുകൊണ്ട് കത്തുന്ന വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊട്ടാരത്തിലെ ഹോളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതിന്റെ മുകളിൽ മണ്ണെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഹോളിൽ വലിയൊരു ചെണ്ട സെറ്റ് ചെയ്യുന്നു. കാരണം ഇതടിച്ചാൽ മാത്രമേ സോംബി ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അങ്ങനെ രാത്രിയാവുന്നുണ്ട്. വെളിച്ചം പോയതിനു ശേഷം എല്ലാ സോംബികളും ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയും അവന്റെ ടീമും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിനുള്ളിൽ തന്നെയാണ്, അതും ആ ചെണ്ടയുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എല്ലാവരും സുരക്ഷിതമായി പുറത്തേക്ക് പൊക്കോളൂ, ഞാൻ ഈ ചെണ്ട അടിച്ച് ഈ തീ കത്തിച്ചിട്ട് വരാം എന്ന് പറയുന്നു. എന്നാൽ ആ തലവൻ, വിപ്ലവ തലവൻ, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തന്റെ നെഞ്ച് കാണിക്കുന്നുണ്ട്. അവിടെ സോംബി കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ സോംബിയായി മാറും, അതിന് ഞാൻ എന്നെ തന്നെ ബലി കഴിക്കാം, ഞാൻ ഇവിടെ നിന്ന് ചെണ്ട അടിച്ച് കൃത്യമായി ആ തീയും കത്തിച്ചോളാം എന്ന് പറയുന്നു. എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. എന്നാലും ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉള്ളിൽ വിട്ടിട്ട് എല്ലാവരും കുറച്ചു ദൂരം മാറി നിന്ന് കാത്തിരിക്കുകയാണ്. ഇദ്ദേഹവും ചെണ്ട അടിക്കാൻ തുടങ്ങുകയാണ്. ശബ്ദം കേട്ട് എല്ലാ സോംബികളും ആ കൊട്ടാരത്തിലെ വലിയ ഹോളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഇദ്ദേഹവും കുറച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നിയന്ത്രിച്ച് എങ്ങനെയോ ചെണ്ട അടിച്ച് എല്ലാ സോംബികളെയും ഉള്ളിൽ വരുത്തുന്നു. അതിനുശേഷം അവസാന നിമിഷം തീയിടുകയാണ്. തീ പതുക്കെ പടരാൻ തുടങ്ങുമ്പോൾ ഒരാൾ കാല് വെച്ച് അതൊക്കെ എടുത്തുന്നു. ആരാടാ അത് എന്നയാൾ നോക്കുമ്പോൾ അത് ആ സേനാധിപതിയാണ്. പകുതി സോംബിയും പകുതി മനുഷ്യനുമായി വന്ന് നിൽക്കുകയാണ്. പേടിച്ചു പോയ ഇയാൾക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് കരയാണ്. എന്നാൽ സേനാധിപതി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവസാനം ഉണ്ടായിരുന്ന തീയും കെടുത്തി ഇയാളെയും ക്രൂരമായി കൊല്ലുന്നു. ഇപ്പോൾ വെളിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണിച്ചാൽ നമ്മുടെ ഹീറോയുടെ സംഘം ഒരുപാട് നേരമായി കാത്തിരിക്കുകയല്ലേ. എന്താണിത്, തീയും കത്തുന്നില്ല, ചെണ്ടയുടെ ശബ്ദവും കേൾക്കുന്നില്ല, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം, നിങ്ങൾ ഇവിടെ തന്നെ കാത്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. ആർക്കും ഇതിൽ താല്പര്യമില്ല. എന്നാൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ ജനങ്ങളെ ഞാൻ തന്നെയാണ് രക്ഷിക്കേണ്ടത്, ഞാൻ എന്തായാലും ഉള്ളിൽ പോയി എന്താണ് പ്രശ്നമെന്ന് നോക്കിയിട്ട് വരാം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കുതിരയും എടുത്ത് കയ്യിൽ ഒരു കത്തിയുമായി ഉള്ളിലേക്ക് പോകുന്നു. വെളിയിലും ഒരുപാട് സോംബികളുണ്ട്. അത് നമ്മുടെ ഹീറോയെ കണ്ടതും കടിക്കാൻ വരുന്നുണ്ട്. എന്നാൽ അവന്റെ കയ്യിൽ ഒരു വാളുണ്ടല്ലോ, അത് വെച്ച് വെറി പിടിച്ചതുപോലെ എല്ലാ സോംബികളെയും ആക്രമിച്ച് ഉള്ളിൽ പോയി നോക്കുമ്പോൾ ആ തലവൻ താഴെ മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തെ കണ്ട് സങ്കടപ്പെട്ട് ആരാണത് എന്ന് സൈഡിൽ നോക്കുമ്പോൾ അവിടെ നമ്മുടെ സേനാധിപതി ഗമയോടെ ആ രാജാവിന്റെ കസേരയിൽ ഇരിക്കുന്നു. നമ്മുടെ ഹീറോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നീയും സോംബിയായി മാറിയോ, നിനക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ചെണ്ട അടിക്കാൻ തുടങ്ങുകയാണ്. വെളിയിൽ പോയ സോംബികൾ വീണ്ടും ഈ സ്ഥലത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. അതിനുശേഷം തീ കത്തിക്കാമെന്ന് റെഡിയാവുമ്പോൾ കൃത്യമായ ആ സ്ഥലത്തേക്ക് സേനാധിപതി വരുന്നു. പിന്നെന്താ, സേനാധിപതിയും ഇവനും തമ്മിൽ ഭയങ്കരമായ വഴക്ക് നടക്കാൻ തുടങ്ങുന്നു. ആ സേനാധിപതിയെ വെറുതെ വിടാൻ പാടില്ല, ഭയങ്കരമായി വഴക്കിടുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് അദ്ദേഹത്തെ ജയിക്കാനേ കഴിയുന്നില്ല. എന്നാലും കഴിയുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ വെളിയിൽ നോക്കിയാൽ നമ്മുടെ ഹീറോയിന് മനസ്സിലായി അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു തീ കത്തിച്ച അമ്പ് എടുത്ത് നേരെ കൊട്ടാരത്തിലേക്ക് എയ്യുന്നു. ആദ്യത്തെ അമ്പ് കൊട്ടാരത്തിന്റെ വാതിലാണ് വീഴുന്നത്. ഉടനെ അടുത്ത അമ്പ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി കൊട്ടാരത്തിനുള്ളിൽ വന്ന് ഒരു തൂണിൽ തറയ്ക്കുന്നു. ഇത് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. കണ്ട് മനസ്സിലാക്കിയിട്ട് വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുകളിൽ കയറി വന്ന ആ കത്തുന്ന അമ്പ് നോക്കി ഇപ്പൊ എല്ലാ സോംബികളും ചത്തൊടുങ്ങുക എന്ന് പറഞ്ഞ് അത് ഉള്ളിലേക്ക് എറിയുന്നു. ഇത് കാരണം എല്ലാ സോംബികളും കത്താൻ തുടങ്ങുന്നു. നല്ല കാര്യം, നമ്മുടെ പ്ലാൻ വിജയിച്ചു എന്ന് കരുതി നമ്മുടെ ഹീറോ മേൽക്കൂര പൊളിച്ച് വെളിയിൽ വന്ന് ഇവന് സർപ്രൈസ് കൊടുക്കാൻ എന്നതുപോലെ ആ സേനാധിപതി നിൽക്കുകയാണ്. അത്രമാത്രം, നീ ഇനിയും ചാവിലിടാന്ന് ചോദിച്ച് അവനുമായി വഴക്കിടുകയാണ്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ശക്തൻ. നമ്മുടെ ഹീറോയെ അടിച്ച് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. നമ്മുടെ ഹീറോ ഒരിടത്ത് പിടിച്ചു നിൽക്കുകയാണ്. കൃത്യമായി അവനെ കത്തി കൊണ്ട് കുത്താൻ വരുമ്പോൾ വീണ്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിൽ വന്ന് വീണ്ടും വഴക്കിടുന്നു. അതുകൂടാതെ ഇപ്പോൾ അയാൾ സോംബിയായി മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചായി കൂടുതൽ വെറി പിടിച്ച് അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആ യുദ്ധം ചെയ്യാനുള്ള കഴിവ് പോകുമല്ലോ. ആ ഗ്യാപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഹീറോ തന്റെ വാളെടുത്ത് അയാളുടെ നെഞ്ചിൽ തന്നെ കുത്തിയിറക്കുന്നു. ഹൃദയത്തിൽ കുത്തിയാൽ സോംബികൾ മരിക്കുമല്ലോ. അതുകൊണ്ട് ഇയാളും കുറച്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ പോകുന്നതിന് മുമ്പ് നീയും ചാകണം എന്ന് പറഞ്ഞ് ആ തകർന്ന ഭാഗത്തേക്ക് വീഴുന്നു. നമ്മുടെ ഹീറോ വെറുതെ ഇരിക്കാതെ മറ്റൊരു കത്തിയെടുത്ത് അയാളുടെ നെഞ്ചിൽ കുത്തുമ്പോൾ മൊത്തമായി തകർന്ന് ആ തീയിലേക്ക് തന്നെ വീഴാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ കഥ കഴിഞ്ഞു വന്ന് നോക്കിയാൽ നല്ല കാലത്തിന് ഹീറോ എന്തിലോ പിടിച്ച് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുകളിൽ കയറി വരികയാണ്. അതുമാത്രമല്ല, ഇവരുടെ പ്ലാൻ വിജയിച്ചല്ലോ. അതുകൊണ്ട് വെളിയിലുണ്ടായിരുന്ന പടയാളികൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തോക്കെടുത്ത് വന്ന് ഇപ്പോൾ ഉള്ളിൽ ബാക്കിയുള്ള എല്ലാ സോംബികളെയും വെടിവെച്ച് കൊല്ലുകയാണ്. അവസാനമായി ആ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ സോംബികളും ചത്തുപോവാണ്. നമ്മുടെ ഹീറോ മാത്രം തന്റെ കടമയായ തന്റെ ജനങ്ങളെ രക്ഷിച്ചില്ലേ. അവൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ജനങ്ങളും നമ്മുടെ ഹീറോയെ തങ്ങളുടെ രാജാവായി അംഗീകരിക്കുന്നു. ഭയങ്കര ആവേശത്തോടെ അവർ ആർപ്പ് വിളിക്കുമ്പോൾ അവസാനമായി നമ്മുടെ ഹീറോ പറയുന്നുണ്ട്,
അടുത്ത ഗ്രാമങ്ങളിൽ എത്ര സോംബികളുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാ സോംബികളെയും ഞാൻ തന്നെ വേട്ടയാടി എല്ലാ ജനങ്ങളെയും അവരിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, ഇവിടെ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നൊരു തീരുമാനമെടുത്ത് അടുത്തുള്ള മലയിലേക്ക് പോകാൻ തുടങ്ങുന്നു. കാരണം അവിടെ മുകളിൽ നിന്ന് ചെണ്ട അടിച്ച് എല്ലാ സോംബികളെയും അങ്ങോട്ടേക്ക് വരുത്തി എല്ലാ സോംബികളെയും നശിപ്പിച്ച് നാട്ടുകാരെ രക്ഷിക്കാമെന്ന് പ്ലാൻ ചെയ്ത് ആ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.